നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 2 സ്റ്റാർ ഇൻവെർട്ടർ ഫ്രിഡ്ജ് ഉപയോഗിക്കുമ്പോഴും അതുപോലെ തന്നെ 4 സ്റ്റാർ നോൺ ഇൻവെർട്ടർ നോർമൽ ഫ്രിഡ്ജ് ഉപയോഗിക്കുമ്പോഴും നമ്മൾ എത്ര രൂപ കറണ്ട് ചാർജ് കൊടുക്കേണ്ടി വരും എന്നൊരു വീഡിയോ ആണ്. അതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ്. അതായത് ഇതൊരു ഒരു ബ്രാൻഡ് വൈസുള്ള ഒരു കമ്പാരിസൺ വീഡിയോ ഒന്നുമല്ല കേട്ടോ. ഒരു 2 സ്റ്റാർ ഇൻവെർട്ടർ ഫ്രിഡ്ജ് ഉപയോഗിക്കുന്ന ഒരാൾ ഒരു വർഷത്തിൽ എത്ര രൂപ കറണ്ട് ചാർജ് കൊടുക്കേണ്ടി വരും ഫ്രിഡ്ജിന് മാത്രം, അതുപോലെ തന്നെ ഒരു 4 സ്റ്റാർ നോൺ ഇൻവെർട്ടർ നോർമൽ ഫ്രിഡ്ജ് ഉപയോഗിക്കുന്ന ഒരാൾ ഒരു വർഷം ഒരു ഫ്രിഡ്ജിന് എത്ര രൂപ, ഒരു ഫ്രിഡ്ജിന് മാത്രമായിട്ട് എത്ര രൂപ കറണ്ട് ചാർജ് കൊടുക്കേണ്ടി വരും എന്നതാണ് നമ്മൾ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നതിന് വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ നിങ്ങളിൽ പലരും ഉപയോഗിക്കുന്നത് ചിലപ്പോൾ 3 സ്റ്റാർ ഇൻവെർട്ടർ ഫ്രിഡ്ജ് ആയിരിക്കും, അല്ലെങ്കിൽ 4 സ്റ്റാർ ഇൻവെർട്ടർ ഫ്രിഡ്ജ് ആയിരിക്കും. അപ്പോൾ ഇൻവെർട്ടർ ഫ്രിഡ്ജുകളിൽ സ്റ്റാർ റേറ്റിംഗിൽ വലിയ കറണ്ട് കൺസപ്ഷൻ്റെ വേരിയേഷൻ വരുന്നില്ല. അതായത് 3 സ്റ്റാറും 2 സ്റ്റാറും 4 സ്റ്റാറും തമ്മിൽ വലിയൊരു കൺസപ്ഷൻ്റെ വേരിയേഷൻ വരുന്നില്ല. നോർമൽ ഫ്രിഡ്ജുകളിൽ കുറച്ച് വേരിയേഷൻ എല്ലാം ഉണ്ടായിരിക്കും. ഇൻവെർട്ടർ ഫ്രിഡ്ജുകളിൽ അതുപോലുള്ള ഒരു വേരിയേഷൻ വരുന്നില്ല. അപ്പോൾ നമ്മുടെ ഫ്രിഡ്ജിന് നമ്മൾ എത്ര കറണ്ട് ചാർജ് ഒരു വർഷം കൊടുക്കേണ്ടി വരും എന്ന കാര്യം മനസ്സിലാക്കുന്നതിന് മുന്നേ ആയിട്ട് ചില കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ചില ടേംസ് ആൻഡ് കണ്ടീഷൻസ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഇലക്ട്രിസിറ്റി ബോർഡ് നമ്മളിപ്പോൾ ഒരു ആവറേജ് ഒരു മാസം ഒരു 150 യൂണിറ്റ് കറണ്ട് കൺസപ്റ്റ് ചെയ്യുന്ന ഒരു ഫാമിലിയാണെന്ന് വെക്കുക. കറണ്ട് ഉപയോഗിക്കുന്ന ഒരു ഫാമിലിയാണെന്ന് വെക്കുക. അപ്പോൾ ഈ 150 യൂണിറ്റിൽ ആദ്യത്തെ 50 യൂണിറ്റിന് ഇലക്ട്രിസിറ്റി ബോർഡ് നിശ്ചയിച്ചിരിക്കുന്നത് 3 രൂപ 15 പൈസയാണ്. അതിനുശേഷം 51 മുതൽ 100 യൂണിറ്റ് വരെയുള്ള കറണ്ടിന് 3 രൂപ 70 പൈസയാണ്. അതിനുശേഷം 101 യൂണിറ്റ് മുതൽ 150 യൂണിറ്റ് വരെ 4 രൂപ 80 പൈസയാണ് ഇലക്ട്രിസിറ്റി ബോർഡ് നിശ്ചയിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ 3 തരം ചാർജുകളെയാണ് ഇലക്ട്രിസിറ്റി ബോർഡ് കറണ്ട് ബില്ല് നമുക്ക് ഈടാക്കുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ ഇത് കൂടാതെ തന്നെ മീറ്റർ റെൻറ്റ്, അതുപോലെ തന്നെ കുറച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് വേറെ രീതിയിൽ നമ്മുടെ കയ്യിൽ നിന്ന് കാശ് ഈടാക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കി വെക്കണം ഈ ഒരു കാര്യം പറയുമ്പോൾ. പിന്നെ രണ്ടാമത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിങ്ങനെ ഒരു കണക്ക് ഉണ്ടാക്കുന്നത് ഫ്രിഡ്ജിൻ്റെ സ്റ്റാർ റേറ്റിംഗ് ലേബലിൽ പറയുന്ന ഒരു കൺസപ്ഷൻ്റെ ഒരു വർഷം നമ്മൾ ഇത്ര കൺസപ്ഷൻ ഉണ്ടാക്കുമെന്ന് ഫ്രിഡ്ജിൻ്റെ ലേബലിൽ തന്നെ പറയുന്നുണ്ട്. അത് വെച്ചിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു കണക്കുണ്ടാക്കുന്നത്. അതായത് നമ്മൾ ഒരു വർഷം എത്ര രൂപ കൊടുക്കേണ്ടി വരും എന്നത് ഇങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. പിന്നെ മൂന്നാമതായിട്ട് നമ്മളൊരു കാര്യം കൂടി അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഫ്രിഡ്ജിൻ്റെ വർക്കിംഗ് പക്ക എഫിഷ്യൻ്റ് ആയിരിക്കണം. അതായത് നമ്മുടെ ഫ്രിഡ്ജിൻ്റെ കട്ട് ഓഫ് സംവിധാനവും അതുപോലെ തന്നെ ടൈമർ, തെർമോസ്റ്റാറ്റ് പോലുള്ള സംഭവങ്ങൾ വർക്കിംഗ് എല്ലാം വളരെ എഫിഷ്യൻ്റ് ആയിരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ഫ്രിഡ്ജിന് മറ്റൊരു കാര്യം കൂടി ഉണ്ട്. നമ്മുടെ ഫ്രിഡ്ജിൻ്റെ ഡോറെല്ലാം പക്കയായിട്ട് അടയേണ്ടതുണ്ട്. പക്കയായിട്ട് ക്ലോസ് ആവണം. ക്ലോസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡോറിനിടയിൽ ഗ്യാപ്പുകൾ വരാൻ പാടില്ല. അങ്ങനെ ഗ്യാപ്പുകൾ വരുമ്പോൾ അതിനകത്തൂടെ കൂളിംഗ് പുറത്തോട്ട് പോയിട്ട് നമുക്ക് ഒരുപാട് കൂളിംഗ് അങ്ങനെ പുറത്തോട്ട് പോകുമ്പോൾ നമുക്ക് ഒരുപാട് കറണ്ട് ബില്ല് അങ്ങനെ കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഒന്നും ഇല്ലാത്ത ഫ്രിഡ്ജ് കൂടിയാണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം നമ്മൾ ഈ കണക്കുകളിലേക്ക് പോയാൽ മതി. ഇനി നമുക്ക് കണക്കുകളിലേക്ക് പോകാം. കണക്കുകളിലേക്ക് പോകുമ്പോൾ നമ്മൾ ആദ്യം 3 രൂപ 15 പൈസ എന്ന നിരക്കിൽ ഒരു വർഷം 2 വ്യത്യസ്ത ഫ്രിഡ്ജുകൾക്കും എത്ര രൂപ കറണ്ട് ബില്ല് കൊടുക്കേണ്ടി വരുമെന്ന് നോക്കാം. 2 സ്റ്റാർ ഇൻവെർട്ടർ ഫ്രിഡ്ജിനും 4 സ്റ്റാർ നോൺ ഇൻവെർട്ടർ ഫ്രിഡ്ജിനും നമ്മൾ എത്ര രൂപ കണക്ക് കൊടുക്കേണ്ടി വരുമെന്ന് 3 രൂപ 15 പൈസയിൽ ആദ്യം ഒന്ന് നോക്കിയേക്കാം. അതിനുശേഷം നമ്മൾ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ ഒരു കാര്യം പറഞ്ഞിരുന്നല്ലോ, ഒരു ഫാമിലി ശരാശരി ഒരു മാസം 150 യൂണിറ്റോളം ആയിരിക്കും ഉപയോഗിക്കുക. അപ്പോൾ ആ കണക്കിൽ നമ്മളിപ്പോൾ 3 തരം നിരക്കുകളാണ് നമ്മളെ KCB നമ്മുടെ ഇടയിൽ നിന്ന് ഈടാക്കുന്നത്. അപ്പോൾ 150 യൂണിറ്റ് ഉപയോഗിക്കുന്ന ഒരാൾക്ക് 3 തരത്തിലുള്ള നിരക്കിലായിരിക്കും അവരെ ചാർജുകൾ വരിക ഒരു മാസം. അപ്പോൾ അങ്ങനെ ചാർജ് കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു ലെവലിലായിരിക്കും. അപ്പോൾ ആദ്യത്തെ 50 യൂണിറ്റ് 3 രൂപ 15 പൈസ, രണ്ടാമത്തെ 50 യൂണിറ്റിന് 3 രൂപ 70 പൈസ, മൂന്നാമത്തെ 50 യൂണിറ്റ് 4 രൂപ 80 പൈസ നിരക്കിലാണല്ലോ. അപ്പോൾ ഈ 3 നിരക്കിൻ്റെയും ഒരു ആവറേജ് കണ്ടിട്ട് ആ ആവറേജ് വെച്ചിട്ട് നമ്മൾ എത്ര രൂപ നമ്മൾ ഫ്രിഡ്ജിന് ഒരു വർഷം കൊടുക്കേണ്ടി വരും എന്നൊരു കണക്കും കൂടി നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. ഇനി നമുക്ക് ആദ്യമായിട്ട് 4 സ്റ്റാർ നോൺ ഇൻവെർട്ടർ ഫ്രിഡ്ജിന് എത്ര രൂപ നമ്മൾ ഒരു വർഷം കറണ്ട് ബില്ല് കൊടുക്കേണ്ടി വരുമെന്ന് നോക്കാം. ഈ 4 സ്റ്റാർ നോൺ ഇൻവെർട്ടർ ഫ്രിഡ്ജ് ഒരു വർഷം 460 യൂണിറ്റാണ് കൺസപ്ഷൻ ചെയ്യുന്നത്. അപ്പോൾ ഈ 460 ഇൻറ്റു 3 രൂപ 15 പൈസ നിരക്കിലാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. അപ്പോൾ 460 ഇൻറ്റു 3 രൂപ 15 പൈസ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1449 രൂപ എന്നൊരു ആൻസർ ലഭിക്കും. അപ്പോൾ ഈ ഫ്രിഡ്ജിന് 1449 രൂപയാണ് നമുക്ക് 3 രൂപ 15 പൈസ നിരക്കിൽ നമ്മൾ ഒരു വർഷം കൊടുക്കേണ്ടി വരിക. ഇനി 2 സ്റ്റാർ ഇൻവെർട്ടർ ഫ്രിഡ്ജിൻ്റെ കാര്യം നോക്കാം. 2 സ്റ്റാർ ഇൻവെർട്ടർ ഫ്രിഡ്ജ് ഒരു വർഷം കൺസപ്ഷൻ ചെയ്യുന്നത് 248 യൂണിറ്റാണ്. അപ്പോൾ 248 ഇൻറ്റു 3 രൂപ 15 പൈസ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 781 രൂപ 2 പൈസയാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് മനസ്സിലായല്ലോ. ആദ്യത്തെ ഫ്രിഡ്ജ് 1449 രൂപയാണ്, രണ്ടാമത്തെ ഫ്രിഡ്ജ് 781 രൂപ 2 പൈസയാണ്.
അപ്പോൾ ഒരു 4 സ്റ്റാർ നോൺ ഇൻവെർട്ടർ ഫ്രിഡ്ജ് ഉപയോഗിക്കുന്ന ഒരാൾ ഒരു 2 സ്റ്റാർ ഇൻവെർട്ടർ ഫ്രിഡ്ജ് ഉപയോഗിക്കുന്ന ആളെക്കാളും 667 രൂപ 8 പൈസ അധികം കൊടുക്കേണ്ടി വരും ഒരു വർഷത്തിൽ. അപ്പോൾ ഒരാൾ ഒരു വർഷം ഒന്നുമല്ലല്ലോ ഫ്രിഡ്ജ് ഉപയോഗിക്കുക, ഒരു 10 വർഷം അല്ലെങ്കിൽ ഒരു 7-8 വർഷമെങ്കിലും മിനിമം ഉപയോഗിക്കും ഒരു ഫ്രിഡ്ജ്. അപ്പോൾ അങ്ങനെ ഉപയോഗിക്കുമ്പോൾ ഇത്രയും പൈസ കൂട്ടി നോക്കിക്കഴിഞ്ഞാൽ എത്ര രൂപ അധികം കൊടുക്കേണ്ടി വരുമെന്ന് നമുക്ക് മനസ്സിലാവുന്നതുള്ളൂ. ഇനി ഒരു കണക്ക് കൂടി ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നല്ലോ ഒരു ആവറേജ് വെച്ചിട്ടുള്ള ഒരു കണക്ക്, ഒരു ശരാശരി ഒരു 150 യൂണിറ്റ് ഉപയോഗിക്കുന്ന ഒരാളെ ഒരു കണക്ക് വെച്ചിട്ട് നമ്മൾ പറഞ്ഞിരുന്നല്ലോ. അങ്ങനെ ഉപയോഗിക്കുമ്പോൾ 3 രൂപ 15 പൈസ എന്നുള്ളത് 3 രൂപ 88 പൈസ എന്നൊരു നിരക്കിൽ ഒരു കണക്കും കൂടി ഉണ്ട്. അങ്ങനെ 3 രൂപ 88 പൈസ എന്ന നിരക്കിൽ നോക്കുമ്പോൾ നമ്മുടെ 4 സ്റ്റാർ നോൺ ഇൻവെർട്ടർ ഫ്രിഡ്ജിൻ്റെ 460 യൂണിറ്റ് ഇൻറ്റു 3 രൂപ 88 പൈസ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1784.8 എന്നൊരു 8 രൂപ എന്നുള്ളൊരു കണക്ക് ലഭിക്കും. അതുപോലെ തന്നെ ഇൻവെർട്ടർ ഫ്രിഡ്ജിൽ നോക്കുമ്പോൾ നമുക്ക് 962 രൂപ 24 പൈസ എന്നൊരു കണക്ക് ലഭിക്കും. ഈ ഒരു കണക്ക് വെച്ച് നോക്കുമ്പോൾ നോൺ ഇൻവെർട്ടർ ഫ്രിഡ്ജ് ഉപയോഗിക്കുന്ന ഒരാൾ ഇൻവെർട്ടർ ഫ്രിഡ്ജ് ഉപയോഗിക്കുന്ന ഒരാളെക്കാളും 822 രൂപ 24 പൈസ അധികം കറണ്ട് ബില്ലായിട്ട് ഒരു വർഷം കൊടുക്കേണ്ടി വരും. അപ്പോൾ ഈ ഫ്രിഡ്ജ് നമ്മൾ ഏകദേശം 7-8 അല്ലെങ്കിൽ ഒരു 10 വർഷമൊക്കെ ഉപയോഗിക്കുമ്പോൾ എത്ര രൂപ അധികം കൊടുക്കേണ്ടി വരുമെന്ന കാര്യം മനസ്സിലാക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു കണക്ക് വെച്ചിട്ട് നിങ്ങളുടെ ഫ്രിഡ്ജിന് നിങ്ങൾ എത്ര രൂപ ഒരു വർഷം കൊടുക്കേണ്ടി വരുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒന്നും മറക്കണ്ട. അടുത്ത മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.